കോഴിക്കോട് റൂറൽ ജില്ലയിൽ 577 പ്രശ്നബാധിത ബൂത്തുകളെന്ന് റൂറൽ ജില്ലാ പോലീസ് മേധാവി കെ ബൈജു IPS. ഇതിന്റെ ഭാഗമായി ജില്ലയിൽ ഇലക്ഷൻ കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചതായും പ്രത്യേക സ്ട്രൈക്കിംഗ് ഫോഴ്സിനെ നിയമിച്ചതായും SP പറഞ്ഞു. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. കോഴിക്കോട് റൂറലിൽ ഇലക്ഷനോട് ബന്ധപ്പെട്ട് ഒരു ഇലക്ഷൻ കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നുണ്ട് പോലീസിൻ്റെ. അപ്പം ഏത് രാഷ്ട്രീയ പാർട്ടികൾക്ക് എന്തെങ്കിലും ഇലക്ഷനോട് ബന്ധപ്പെട്ട ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ആ ഇലക്ഷൻ കൺട്രോളിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇപ്പോൾ ഇലക്ഷൻ കൺട്രോളിലെ ഫോൺ നമ്പർ 9497924889. അത് നിങ്ങളൊന്ന് എല്ലാവരും മനസ്സിലാക്കണം. എന്ത് ഇഷ്ടമുണ്ടെങ്കിലും 24/7 നിങ്ങൾക്ക് വിളിക്കാം. വിളിച്ചിട്ട് നമ്മളത് ആ വിളിക്കുന്ന കോള് ഫോളോ അപ്പ് ചെയ്യാനുള്ള പോലീസ് പാർട്ടി അയക്കും. അത് എന്താണോ പ്രശ്നം അത് പരിഹരിക്കാൻ താല്പര്യം എടുക്കുന്നതാണ്. മറ്റൊന്ന്, ഞങ്ങൾക്ക് ബൂത്തുകൾ, സെൻസിറ്റീവായിട്ടുള്ള ബൂത്തുകൾ 577 ബൂത്തുകളാണുള്ളത്. കൂടാതെ ഇപ്പോൾ LW എഫക്റ്റഡ് ബൂത്തുകളുണ്ട്, 51 ഉണ്ട്. അതേപോലെ ഈ പറഞ്ഞ ക്രിട്ടിക്കൽ ബൂത്തുണ്ട്, അത് 81 ഉണ്ട്. ഇതൊക്കെ തന്നെ നമ്മൾ അഡീഷണൽ ആയിട്ടുള്ള പോലീസ് സ്ട്രെങ്ത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, വിത്ത് ആംസാണ്. അതുകൂടാതെ ഈ പറഞ്ഞ ഞങ്ങൾക്ക് ഡിപ്ലോയ്മെൻറ്റ് മൊത്തം നമുക്ക് കോഴിക്കോട് റൂറൽ 2461 ബൂത്തുകളാണ്. ഇതിലൊക്കെ എല്ലാ പോലീസുണ്ട്. അതുകൂടാതെ സ്പെഷ്യൽ പോലീസ് ഓഫീസറുണ്ട്. എല്ലാ പോലീസ് ഉൾപ്പെടെ 5000 പോലീസ് ഉദ്യോഗസ്ഥർ നമ്മൾ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ഫസ്റ്റ് ഫേസ് ഇപ്പോൾ സദേൺ ഡിസ്ട്രിക്റ്റിലുണ്ട്. ആ ഇലക്ഷൻ കഴിയുമ്പോൾ അവിടെ നിന്ന് ഇനിയും കൂടുതൽ ട്രൂപ്പ് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ RAF കൂടാതെ തന്നെ മറ്റുള്ള പോലീസ് ഫോഴ്സ് വരുന്നുണ്ട്. ഇപ്പോൾ റൂട്ട് മാർച്ചൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇതുമായിട്ട് പറയാനുള്ളത് കുട്ടിക്കലാശം. എല്ലാ ദിവസവും എന്ന് പറയാം, ഇന്നാണ് കോഴിക്കോട് റൂറലിലെ കുട്ടിക്കലാശം 9-ാം തീയതി. അപ്പോൾ എല്ലാ പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ ലോക്കലായിട്ടുള്ള ഞങ്ങൾ രാഷ്ട്രീയ നേതാക്കന്മാരായിട്ടുള്ള മീറ്റിംഗ് നടത്തിയിട്ടുണ്ട്. അവർ ഈ കോഴിക്കോട് റൂറൽ പ്രത്യേകിച്ചിട്ട് ഈ ഹൈവേയുടെ വർക്ക് നടക്കുന്നു. അപ്പോൾ ആ ട്രാഫിക് ജാമാകാതെ വാർഡ് തലങ്ങളിൽ തന്നെ ഞങ്ങൾ കുട്ടിക്കലാശം കോൺസെൻട്രേറ്റ് ചെയ്യാം എന്ന് ഞങ്ങൾക്ക് വാക്ക് തന്നിട്ടുണ്ട്. അത് പ്രകാരമാണെങ്കിൽ പബ്ലിക്കിൻ്റെ ട്രാഫിക്കിന് പ്രയാസങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഞങ്ങൾ ധരിക്കുന്നത്. എന്നിരുന്നാലും പോലീസിൻ്റെതായ ഒരു അറേഞ്ച്മെൻറ്റ്സ് അങ്ങനെ ടൗൺഷിപ്പിൽ വന്നാൽ പരസ്പരം കലഹം ഉണ്ടാക്കാത്ത രീതിയിൽ നന്നായി കൊണ്ടുപോകാനുള്ള ബന്ദോബസ്ത് സ്കീം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഞങ്ങൾ അവരോട് പറഞ്ഞിട്ടുണ്ട്, ഇപ്പം നമുക്കറിയാം മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം ഈ പറഞ്ഞ ഗുഡ്സ് വണ്ടിയിൽ ആളുകൾ കയറി നിന്നിട്ട് പ്രചരണം നടത്താൻ പാടില്ല. അത് നിയമം വിരുദ്ധമാണ്. അത് ഞങ്ങൾ അവരോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ടാക്സി വണ്ടി കിട്ടാനില്ലാത്ത സാഹചര്യത്തിൽ മറ്റേ ഗുഡ്സ് വണ്ടിയിൽ മൈക്ക് പ്രവർത്തിക്കാനുള്ള പെർമിഷൻ കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ അവരോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ പുറത്ത് ആളുകൾ നിന്ന് പ്രവർത്തിക്കാൻ പാടില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. കാരണം വെച്ചാൽ അത് കലാശക്കൊട്ട് സമയത്ത് ഒഴിവാക്കണം എന്ന് ഞങ്ങൾ താല്പര്യപ്രകാരം അവരോടും പറഞ്ഞിട്ടുണ്ട്. അവർ സമ്മതിച്ചിട്ടുണ്ട്. അതുണ്ടാകണമെന്ന് തന്നെയാണ് അറിയിക്കാനുള്ളത്. ഏതെങ്കിലും സ്ഥാനാർത്ഥി അപേക്ഷ തരികയാണ്, ഞാൻ ആ ബൂത്തിൽ സംഘർഷം പ്രതീക്ഷിക്കുന്നുണ്ട്, അവിടെ വെബ് ക്യാം വേണം, വീഡിയോ ക്യാമറ വേണം എന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ അല്ലാതെ തന്നെ ഇപ്പോൾ സെൻസിറ്റീവ് ബൂത്ത് നമ്മൾ പറഞ്ഞു, ആ ബൂത്തുകളിൽ തന്നെ ഇലക്ഷൻ കമ്മീഷൻ്റെതായിട്ടുള്ള വെബ് കവറേജ് ഉണ്ട്, ക്യാമറ കവറേജ് ഉണ്ട്, വീഡിയോ കവറേജ് ഉണ്ട്. അത് ഇല്ലാത്ത ബൂത്താണ്, ഞാൻ മത്സരിക്കുന്ന കാൻഡിഡേറ്റാണ്, എനിക്ക് ഇന്ന ബൂത്തിൽ വെബ് ക്യാമിൻ്റെ സൗകര്യം വേണം എന്നുണ്ടെങ്കിൽ ആ കാൻഡിഡേറ്റിൻ്റെ ചിലവ് അയാൾ വഹിക്കണം, അയാൾ പേയ്മെൻറ്റ് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ അത് കൊടുക്കണം എന്നാണ് ഹൈക്കോടതി നിർദ്ദേശം. അങ്ങനെ വന്ന് അപ്രോച്ച് ചെയ്ത ആളുകൾക്ക് ഞങ്ങൾ അത് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അവർ പണം അടച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് വെബ് ക്യാം വീഡിയോ കവറേജ് ഉണ്ടാവും. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.